വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാരെ മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നവംബർ 4-ന് ആരംഭിച്ച് ഡിസംബർ 4-നകം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. ഇതിനിടയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണ BLOമാരെ അടിച്ചേൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അവരെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇപ്പോൾ BLOമാർ പറയുന്നത് അവർ ഊണും ഉറക്കവുമില്ലാതെ ഈ പണി ചെയ്യാൻ നിർബന്ധിതമാകുകയാണ്. ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ടാണ് ഓരോ ഇലക്ടറൽ ഓഫീസർമാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി BLOമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സസ്പെൻഡ് ചെയ്യുമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ഭീഷണിയും അതിസമ്മർദ്ദവും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തിലെ ഏറ്റുകുടുക്ക 18-ാം നമ്പർ ബൂത്തിലെ BLO ആയിട്ടുള്ള അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത്. അനീഷ് ജോർജിൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്, മറ്റൊരാൾക്കുമല്ല. ഇതുപോലെ സമാനമായ സംഗതികളാണ് പല BLOമാർക്കും അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ഈ BLOമാരിലാകട്ടെ 60% സംസ്ഥാനത്താകെ 25,452 BLOമാരുണ്ട്. അതിൽ 60%-ലധികവും വനിതകളാണ്. ഈ വനിതകളാകട്ടെ അവർക്ക് പരിചിതമല്ലാത്ത പ്രദേശങ്ങളിലാണ് അവരെ BLOമാരായി നിയമിച്ചിട്ടുള്ളത്. പല വീടുകളിലും പകൽ സമയം ആളുണ്ടാകുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വളരെ ദൂരമുള്ള ഗ്രാമപ്രദേശങ്ങളും മലയോര മേഖലകളുമുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർക്ക് മുഴുവൻ ഫോറവും കൊടുത്തില്ല. 300ഓളം ഫോറം കൊടുത്തിട്ടാണ് പോകാൻ പറഞ്ഞത്. ഒരേ വീട്ടിൽ തന്നെ 3, 4, 5 തവണ പോകേണ്ടി വരുന്നു. ജനങ്ങൾക്കാണെങ്കിൽ SIRനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആശങ്കയോട് സമീപിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ സമയം ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ടാർഗറ്റും സമയപരിധിയും അകത്തു നിന്നുകൊണ്ടും ഇത് ചെയ്തു തീർക്കാൻ മനുഷ്യസാധ്യമല്ല എന്നത് വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ട് ഇന്ന് BLOമാർ ബുദ്ധിമുട്ടുന്നത് എന്ന് നാം കാണണം. ഇനി ഇതുകൊണ്ടായില്ല, അടുത്തതായിട്ട് ഈ ഫോറം പൂരിപ്പിച്ച് വാങ്ങുന്ന ഒരു പ്രക്രിയ നടക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രക്രിയ നടക്കുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം വരാൻ പോകുന്നത്. കാരണം ഒരു വീട്ടിൽ ഈ ഫോറം പൂരിപ്പിച്ച് വാങ്ങി അതിൻ്റെ വ്യക്തത വരുത്തിയൊക്കെ വരണമെങ്കിൽ എത്ര സമയമെടുക്കും? ആ സമയം ഒരു BLOക്ക് പരമാവധി 1200 മുതൽ 1600 വരെ വോട്ടർമാരെ ഉണ്ട്. ആ വോട്ടർമാരെ മുഴുവൻ ഫോറം പൂരിപ്പിച്ച് വാങ്ങി അതുമാത്രം പോരാ, രാത്രി വീട്ടിലെത്തിയാൽ പാതിരാത്രിക്കാണ് വനിതകൾ ഉൾപ്പെടെ വീട്ടിലെത്തുന്നത്. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാലോ ഈ പൂരിപ്പിച്ച ഫോറത്തിലെ മുഴുവൻ വിവരങ്ങളും അടിച്ച് ഈ ആപ്പിൽ കയറ്റണം. അതിന് പുറമെ ഈ ഫോറം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം. അങ്ങനെ രാവും പകലും ഊണും ഉറക്കവുമില്ലാതെയാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഇതിന് ഇത്ര തിടുക്കം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇത് നീട്ടിവെക്കണമെന്ന് പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളും ഇത് മാറ്റിവെക്കണം പറഞ്ഞു. പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്ര തിരക്ക്? ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളുമായി പോവുകയാണ്. ഇന്നു മുതൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക് ജോലി നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ ഡ്യൂട്ടി സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ BLO തന്നെയാണ് ഈ ഇലക്ഷൻ ഡ്യൂട്ടിയും ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസർമാരാണ് SIROയുടെ സൂപ്പർവൈസർമാർ. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും സൂപ്പർവൈസർമാരാണ്.
ഇതേ വില്ലേജ് ഓഫീസർമാരെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി നിയമിച്ചിട്ടുള്ളത്. പറയണം ഇലക്ഷൻ കമ്മീഷൻ ഇത് ഈ ആളുകൾ ഏത് ജോലി ചെയ്യണം, SIR ചെയ്യണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജോലി ചെയ്യണോ എന്ന്. അത് 2.5 ലക്ഷത്തോളം ജീവനക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെടുകയാണ്. അതിലും ഈ BLOമാരെ പീഡിപ്പിക്കുകയാണ്. അവർ ആ ജോലിയും ചെയ്യാൻ നിർബന്ധിതമാകുകയാണ്. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി എല്ലാവരും നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഈ SIRന് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടുന്ന ഒരു ആവശ്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും കേരള NGO യൂണിയനും ആവശ്യപ്പെടുന്നത് ഈ SIR നീട്ടിവെക്കണമെന്നതാണ്. ആ നീട്ടിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുകയും ആവശ്യമായ പരിശീലനവും സമയവും കൊടുത്ത് അതിനെ ഈ SIR പരിഷ്കരണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും അതുമായി ബന്ധപ്പെട്ട ഏത് ഉദ്യോഗസ്ഥനായാലും ഇതിൻ്റെ പേരിൽ BLOമാരെ ഭീഷണിപ്പെടുത്തി അച്ചടക്കത്തിൻ്റെ വാൾ നീട്ടിക്കൊണ്ട് അവരെ എന്തെങ്കിലും സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും അപകടത്തിലെത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏത് വിധേനയും അത് തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയൊരു അനീഷ് ജോർജുമാർ ഈ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് തീവ്ര വോട്ടർ പട്ടിക പരിശോധന നീട്ടിവെക്കണം എന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.